الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെ മനുഷ്യർക്ക് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽക്ക് തന്നെ മനുഷ്യനാവശ്യമായ ഓരോന്നും അള്ളാഹു പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മക്കയും മദീനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത് തുടങ്ങിയത്. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പാഠ്യപദ്ധതി അത് മനുഷ്യ സൃഷ്ടിപ്പ് മുതലാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും എന്നിട്ട് ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചു തുടങ്ങിയത് മുതൽ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ, മലക്കുകളോട് ഈ വിഷയം അള്ളാഹു ചർച്ച ചെയ്തത് മുതൽ പരിശുദ്ധ ഖുർആനിന്റെ പാഠ്യവിഷയമാണ്. അവിടെ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓരോന്നോരോന്ന് പഠിപ്പിക്കുകയാണ്. അവിടെ മുതൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം തന്നെ സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ അറാഫിലുണ്ട്, സൂറത്തുൽ സ്വാദിലുണ്ട്. വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പും തുടർന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിൽ തദബ്ബുർ ചെയ്യുന്നവർക്ക്, ഇസ്തിമാഅോടുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. പണ്ഡിതന്മാര് പറഞ്ഞു, പരിശുദ്ധ ഖുർആനെ കേൾക്കാനും പഠിക്കാനും അള്ളാഹു പറഞ്ഞത് ഇസ്തിമാഅ് ചെയ്യാനാണ്. ഇസ്തിമാഅ് രണ്ട് ഭാഷയാണ് സാധാരണ കേൾവിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുള്ളത്. ഒന്ന് സമഅ്, കേൾവി, സാധാരണ കേൾവി, നമ്മൾ സാധാരണ കേൾക്കുന്ന കേൾവി, അതിന് സമഅ് എന്നാ പറയാ. സമിഅ യസ്മഉ സമഅ്, കേൾക്കുക. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇസ്തിമാഅ്. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്തിമാഅ്, അത് സമിഅ അല്ല, ഇസ്തമഅ. ഇസ്തമഅ യസ്തമിഉ, ഇസ്തിമാഅ്. മറ്റേത് സമിഅ യസ്മഉ, സമഅ്, സാധാ കേൾവി. ആ കേൾവി മുജറദ് സമഅാണ്, സാധാരണ ഒരു കേൾവി, അതിന്റെ പിന്നിലൊന്നുമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹു കേൾക്കാൻ പറഞ്ഞത് ഇസ്തിമാഅൻ. ഇസ്തിമാഅനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സമഉ മഅ തദബ്ബുർ, അസ്സമഉ മഅ തദബ്ബുർ, ചിന്തയോടുകൂടിയുള്ള കേൾവി. കേവലം കേൾക്കലല്ല, കേൾക്കുന്നതോടൊപ്പം ആ ആയത്തിന്റെ പിന്നിൽ ചിന്തിക്കുക, ആ ആയത്തിന്റെ പിന്നിൽ സഞ്ചരിക്കുക, ആ ആയത്തിന്റെ പശ്ചാത്തലം എന്താണെന്നതിനെ കുറിച്ച് ചിന്തിക്കുക, ആ ആയത്തിന്റെ അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കുക, അതിന്റെ ലഫ്ളുകളെ കുറിച്ച് ചിന്തിക്കുക. പരിശുദ്ധ ഖുർആൻ ആ വിഷയം പറയാൻ അള്ളാഹു സ്വീകരിച്ച രീതിയെ കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ തദബ്ബുറിൽപ്പെടും, ഇതൊക്കെ തദബ്ബുറിൽപ്പെടും, ചിന്തയിൽപ്പെടും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ ഒരുപാട് കേട്ടവരാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിയെടുത്ത് പ്രിയപ്പെട്ടവരെ, രണ്ട് അടിസ്ഥാന സത്യങ്ങളെ അല്ലാഹു നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. രണ്ട് സത്യങ്ങൾ, രണ്ട് യാഥാർത്ഥ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. വെറുതെ ആ ചരിത്രം കേട്ട് പോകുന്നതിനപ്പുറം ആദ്യമ മനുഷ്യനായ ആദം നബിയെ സൃഷ്ടിക്കുകയും എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ആ സംഭവം വിവരിക്കുമ്പോൾ അള്ളാഹു എന്താണ് അവിടെ പ്രധാനമായും നമ്മെ പഠിപ്പിച്ചത്, എന്താണ് ആ സംഭവത്തിൽ നിന്ന് പ്രധാനമായിട്ടും അള്ളാഹു നമ്മെ ഉണർത്തുന്നത്, എന്താണ് നമ്മൾ ചിന്തിക്കണം. അപ്പോഴേ കിട്ടുള്ളൂ, അല്ലാണ്ട് ഓതിപ്പോയാൽ കിട്ടൂല. നമ്മൾ ഓതിപ്പോ നമുക്കറിയാം, ആദം നബി അല്ലാഹു സ്വർഗത്തിലേക്ക് അയച്ചു, പുറത്താക്കി, ശൈത്താൻ വസ്വാസിലാക്കി. അതിന്റെ അപ്പുറം എന്താണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ചരിത്രത്തിൽ അല്ലാഹു അടിസ്ഥാനപരമായിട്ട് നമ്മെ ഉണർത്തുന്നത്? രണ്ട് കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം. ആദ്യത്തെ പാഠ്യവിഷയമാണ് ഖുർആനിന്റെ ആദ്യത്തെ ഒന്നാമത്തെ പാഠം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖുർആൻ പ്രതിപാദിപ്പിച്ചപ്പോൾ, ഖുർആൻ നമുക്ക് മുമ്പിൽ അള്ളാഹു ആ വിഷയത്തെ അവതരിപ്പിച്ചപ്പോൾ, അള്ളാഹു പ്രധാനമായിട്ടും വ്യത്യസ്തങ്ങളായ സൂറത്തുകളിൽ ആ സംഭവത്തെ അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ പ്രധാനമായും അള്ളാഹു പഠിപ്പിച്ച ഒരു വിഷയം, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഇത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഒരു മനുഷ്യന്റെ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള വഴി അത് കുബുസായിരിക്കും. ഇത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം, പ്രശ്നം എന്താണെന്ന് അറിയാത്തിടത്തോളം കാലം അതിനുള്ള പരിഹാരം അവന് പ്രയാസമായിരിക്കും. രോഗം എന്താണെന്ന് മനസ്സിലാവാത്തിടത്തോളം കാലം അവന്റെ മരുന്ന് അവന് പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അല്ലാഹു പഠിപ്പിച്ചു, ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്, അല്ലെ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗത്തിലേക്ക് അയച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തിന്ന് കുടിച്ച് ആർമാദിച്ചോ ആദം ഹവ്വ.
രണ്ടുപേരെയും അല്ലാഹു സ്വർഗത്തിന്റെ രസങ്ങളിലേക്ക് പറഞ്ഞയക്കാം. മനുഷ്യനാകുന്ന ആദം നബിക്ക് മനുഷ്യത്വത്തിന്റെ എല്ലാ വികാരങ്ങളുമുണ്ട്, എല്ലാ ചിന്തകളുമുണ്ട്. ഇന്ന് നമുക്കുള്ള എല്ലാ താല്പര്യങ്ങളും അന്ന് ആദം നബിക്കുണ്ട്. കാരണം മനുഷ്യനായി അല്ലാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ലാണ്ട് ആദ്യത്തെ മനുഷ്യനായതുകൊണ്ട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല, വലിയ വിചാരങ്ങളൊന്നും ഇല്ല. ഇന്ന് നമുക്കുള്ള വിചാരങ്ങളും വികാരങ്ങളും താല്പര്യങ്ങളും എല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടാണ് ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത്. അതേ സൃഷ്ടിപ്പിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ രസങ്ങളെല്ലാം കാണുന്ന ആദം നബിക്ക് അത് വലിയ കൗതുകമായിരുന്നു, വലിയ രസമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് തിന്നും കുടിച്ചും നീ ഈ സ്വർഗത്തിൽ ആർമാദിച്ചോ. ആദം നബിയെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിന്റെ ആ രസകരമായ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ചു. ആദം നബി ആസ്വദിക്കാൻ തുടങ്ങി. ഈ സ്വർഗത്തിന്റെ മനോഹരമായ അവസ്ഥകൾ ആസ്വദിക്കുന്നതിനിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നു, ആദം ഫലാ തഖറബാ ഹാദിഹി ശജറ, ഈ പറഞ്ഞ മരത്തിലേക്ക് നീ സമീപിക്കരുത്. നമുക്കറിയുന്ന ചരിത്രമാണ്. നിരോധനം വന്നു. ഇത്രയും വലിയ രസത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ആ ചെറിയ നിരോധനം അത് വലിയ കാര്യമാണോ? അല്ല. ഒരുപാട് രസങ്ങൾ തന്നു അള്ളാഹു എനിക്ക്. എന്നിട്ട് അള്ളാഹു എനിക്ക് ആകെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ആ നിരോധനത്തെ അംഗീകരിക്കാൻ ആദം നബിക്ക് സാധിക്കും. കാരണം അതിനപ്പുറം കിടക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രസങ്ങളാണ്. ഇവിടെ അള്ളാഹു വിഷയം പറയാൻ പോവാണ്. ഇവിടെ മനുഷ്യകുലത്തെ അള്ളാഹു വലിയൊരു സത്യം പഠിപ്പിക്കാൻ പോവാ. ഇത്രയും സുഭിക്ഷമായി, ഇത്രയും രസകരമായ മനോഹരമായ സ്വർഗം ആദമിന് ഞാൻ സമ്മാനിച്ചു. എന്നിട്ട് ആദമിന് ഞാൻ നൽകിയ നിരോധനം ഒരൊറ്റൊന്നാണ്, ആദമേ ഈ മരത്തിലേക്ക് നീ അടുക്കരുത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിരോധനത്തിന്റെ അനുസരണയെ അല്ലാഹു പ്രതീക്ഷിച്ചു. പക്ഷേ ഇനി അല്ലാഹു പറയാൻ പോവാണ്, فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം മനുഷ്യ സമൂഹത്തിന് പഠിപ്പിക്കാനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതലുള്ള ചരിത്രത്തെ അല്ലാഹു അവതരിപ്പിച്ചത്. ഈ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ, ഇത്രയും രസകരമായ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആദമിനെ തെറ്റിക്കാൻ ശൈത്താന് കഴിഞ്ഞു. അല്ലാഹു പറയാണ്, ഫവസ്വസ ലഹുമശ് ശൈത്താൻ, അവർ രണ്ടുപേരെയും ശൈത്താൻ തെറ്റിച്ചു. ശൈത്താൻ എന്ന് പറയുമ്പോഴേക്ക് ഇത്രയും രസകരമായ സ്വർഗത്തെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു ബന്ധം ശൈത്താനുമായിട്ട് ആദം നബിക്കുണ്ടോ? ശൈത്താൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കാം, ശൈത്താൻ ഇത് പറയുമ്പോഴേക്ക്, അത് തിന്നോന്ന് പറയുമ്പോഴേക്ക് ഇത്രയും മനോഹരമായ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കുന്ന ആദം എന്തേ ശൈത്താന്റെ വാക്കുകൾ കേട്ടുപോയി? അത് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലാഹു വിശദീകരിച്ചു ആ വിഷയം ബോധ്യപ്പെടാൻ. അല്ലാഹു വിശദീകരിക്കാണ്. ശൈത്താൻ എന്താണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും പറഞ്ഞത്? വഖാല മാ നഹാകുമാ റബ്ബുകുമാ, ആദം ഹവ്വ ഈ പഴത്തെ നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് അല്ലാഹു നിങ്ങളോട് നിരോധിച്ചതിന്റെ കാരണമറിയുമോ? ഇല്ലാ അൻ തകൂനാ മലക്കൈൻ, നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി തീരുന്നതാണ് ഈ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ. ഔ തകൂനാ മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ നിത്യവാസികളായി തീരും. ഈ രണ്ട് കാരണങ്ങളാണ് ശൈത്താൻ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മുമ്പിലിട്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പഴം തിന്നു കഴിഞ്ഞാൽ രണ്ടുപേരും മലക്കുകളായി മലക്കുകളുടെ ദറജയിലേക്ക് എത്തും. മലക്കുകളെ കണ്ടവനാണ് ആദം നബി, മലക്കുകളുടെ ദറജ അറിഞ്ഞവനാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളുടെ സ്ഥാനം അറിഞ്ഞവനാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകമായ സൃഷ്ടിയാണ് മലക്കുകൾ എന്ന് അറിഞ്ഞ ആദം നബിയെ ആ ആദം നബിയുടെ അറിവ് വെച്ച് ചൂഷണം ചെയ്തു ശൈത്താൻ. അങ്ങനെ ആദം നബിക്ക് മലക്കുകളെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് ശൈത്താൻ അറിയാം. മലക്കുകൾ ആരാണെന്ന് ഈ ആദമിന് അറിയാമെന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ട് ആദം ഈ വിഷയത്തിൽ ദുർബലനാണ്.
ഇത്രയും മഹത്വപ്പെട്ട മലക്കുകൾ, ആ മലക്കുകളുടെ ദറജ നിനക്ക് നഷ്ടപ്പെടും ആദമേ എന്ന് പറഞ്ഞാൽ ആദം എന്റെ വഴിക്ക് വരുമെന്ന് ശൈത്താന് ബോധ്യമുണ്ട്. ശൈത്താൻ അവിടെ പ്രയോഗിച്ചു. ശൈത്താൻ പറഞ്ഞു, ആദമേ നിനക്ക് മലക്കുകളാവാം. ഇത്രയും രസകരമായ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്നതിനിടയിൽ ആ വാക്കിൽ ആദം നബി വീണു. രണ്ടാമത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് വതകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിൽ നിത്യവാസികളായി തീരും. രണ്ട് കാര്യങ്ങളാണ് ശൈത്താൻ അവിടെ പറഞ്ഞത്. നിത്യവാസികളായി തീരും. ഈ രസങ്ങൾ എനിക്ക് നിത്യമാവുക, ഈ രസങ്ങൾ എനിക്ക് നിത്യമാവുക. ഏതൊരു മനുഷ്യനും ദൗർബല്യം സംഭവിക്കുന്ന ഒരു ചിന്ത അതാണ്. ഈ സമ്പത്ത് എനിക്ക് നിത്യമാവുക, ഈ സംവിധാനം എനിക്ക് നിത്യമാവുക, ഈ കസേര എനിക്ക് നിത്യമാവുക, ഈ അധികാരം എനിക്ക് നിത്യമാവുക, ഒരു ശാശ്വതത്വം. ഈ രസം എനിക്ക് നിത്യമാവുക, എന്റെ ഈ ആരോഗ്യം അതെനിക്ക് നിത്യമാവുക, എന്റെ ഈ എല്ലാ തരത്തിലുള്ള പൂർണ്ണതയും എനിക്ക് നിത്യമാവുക. ഏതൊരു മനുഷ്യന്റെയും കൊതിയ ഞാൻ പ്രായമാവരുത്, എനിക്ക് ഓടാനും ചാടാനുമുള്ള ഈ പ്രസരിപ്പ് എനിക്ക് നിലനിൽക്കണം. ആരാണ് ആഗ്രഹിക്കാത്തത്? എന്റെ ഈ സമൃദ്ധി നിലനിൽക്കണം, ഇത് ഇല്ലാതാവരുത്, ഇത് തകരരുത്, ഇത് ബേജാറാണ്. എന്റെ ഈ കസാര നിലനിർത്തണം, ഈ അധികാരം നിലനിർത്തണം. അതിനു വേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യൻ തയ്യാറാണ്. നിത്യമാകും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന മനുഷ്യന്റെ ഈ രണ്ട് ദൗർബല്യത്തെ ശൈത്താൻ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇത് അന്ന് പഠിപ്പിക്കുക ഖുർആനിൽ. മനുഷ്യരെ, ആദമാകുന്ന മനുഷ്യനെ ശൈത്താൻ ഇത്രയും മനോഹരമായ സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാണ് പറിച്ചെടുത്തത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ രണ്ട് ദൗർബല്യങ്ങൾ ആദമിന്റെ മുമ്പിൽ ശൈത്താൻ വെച്ചു. പോരാതെ ശൈത്താൻ ആദമിനോട് പറഞ്ഞു വഖാസമഹുമാ. ഈ രണ്ട് പറയലോടുകൂടി ആദം നബി ഏകദേശം തീരുമാനമായി. ശൈത്താൻ അറിയാം മനുഷ്യന്റെ ദൗർബല്യത. അതോടൊപ്പം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശൈത്താൻ പറഞ്ഞു വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ആദമേ, ഞാൻ നിനക്ക് വ്യക്തമായ ഗുണകാംക്ഷിയാണ്, നിന്നോട് ദേഷ്യമൊന്നും എനിക്കില്ല, നിന്നെ തെറ്റിക്കാനൊന്നല്ല ഞാൻ ഈ പറയുന്നത്, നിനക്ക് വ്യക്തമായ ഗുണകാംക്ഷിയാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറച്ചിൽ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറച്ചിൽ, നിനക്ക് വേണ്ടിയാണ്. നിനക്ക് ഈ സൗഭാഗ്യങ്ങൾ നിലനിന്ന് പോകണമോ, നിനക്ക് മലക്കുകളുടെ ദറജയിലേക്ക് ഉയരണമോ, നീ ഞാൻ പറയുന്നത് കേൾക്കാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫദല്ലാഹുമാ ബിഗുറൂർ, ഫദല്ലാഹുമാ ബിഗുറൂർ. ശൈത്താൻ അവന്റെ വഞ്ചനയിലേക്ക് ആദമിനെ പിടിച്ചു വലിച്ചു. ശൈത്താൻ അവന്റെ വഞ്ചനയിലേക്ക് ആദമിനെ പിടിച്ചു വലിച്ചു. ആദമിന്റെയും ഹവ്വയുടെയും ശരീരത്തിലുണ്ടായ വസ്ത്രങ്ങൾ അത് നീങ്ങിപ്പോയി. സ്വർഗത്തിന്റെ ഇലകൾ കൊണ്ടവർ നഗ്നത മറക്കാൻ ശ്രമിച്ചു. ഫനാദാഹുമാ റബ്ബുഹുമാ, അവരുടെ റബ്ബ് അവരെ വിളിച്ചു. ആ സമയം അലം അൻഹകുമാ അൻ തിൽകുമാ അശ്ശജറ, ആദമേ ഞാൻ പറഞ്ഞില്ലേ ആ മരത്തേക്ക് പോവരുത് എന്ന്. വഅഖുൽ ലകുമാ, ആദമേ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞില്ലേ ഇന്ന ശൈത്താന ലകും അദുവ്വും മുബീൻ, ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നില്ലേ? എന്ത് പറ്റി ആദം? ഇവിടെ വിഷയം പൂർണ്ണമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ശൈത്താൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ ശ്രമിച്ച ആ രീതികൾ അല്ലാഹു നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു നമ്മളോടായിട്ട് സംസാരിക്കാണ്. ഈ വിഷയം കേട്ട മുഅ്മിനീങ്ങളോട്, ഈ വിഷയം അറിഞ്ഞ മനുഷ്യരോട്. ആദ്യമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗപ്രവേശനവും ശൈത്താന്റെ വസ്വാസും മനസ്സിലാക്കിയ മനുഷ്യനോട് അല്ലാഹു പറയാണ് യാ ബനി ആദം, ഓ ആദമിന്റെ മക്കളെ,
ലാ യഫ്തിനന്നകുമുശ് ശൈത്താനു, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ഉപ്പുപ്പ ആദമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. അല്ലാഹു പറയാ, നിങ്ങളുടെ ഉപ്പുപ്പാദം സ്വർഗത്തിന്റെ രസങ്ങളിൽ മുഴുകുകയായിരുന്നു. ആ ഉപ്പുപ്പാദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ശൈത്താൻ. അതുപോലെ ശൈത്താൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, നിങ്ങളെ നന്മയിൽ നിന്നും തിന്മയിലേക്ക് നയിക്കാതിരിക്കട്ടെ, തെറ്റിൽ നിന്നും തെറ്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നില്ലായിരുന്നോ, അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ അനുസരിക്കരുത് എന്ന്. ആദ്യത്തെ പാഠ്യവിഷയം അതാണ്. ആദ്യത്തെ പാഠ്യവിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വ തിന്മകളുടെയും മൂലകാരണം അത് പിശാചാണ്, ശൈത്താനാണ്. കുടുംബങ്ങളിൽ പ്രശ്നം അത് ശൈത്താനാണ്. കൂട്ടുകാർക്കിടയിൽ പ്രശ്നം അത് ശൈത്താനാണ്. കമ്മിറ്റിക്കിടയിൽ തർക്കം അത് ശൈത്താനാണ്. നന്മ ചിന്തിക്കുന്ന മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് ശൈത്താനാണ്. ഇത് തിരിച്ചറിയലാണ് ഒരു മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് തിരിച്ചറിയണം. അവന്റെ ചിന്തകൾ വികൃതമാകുന്നുണ്ടോ അവൻ തിരിച്ചറിയണം, ശൈത്താൻ എന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ, ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങി, അവിടെ ഭർത്താവിന് ബോധ്യമുണ്ടാവണം ശൈത്താൻ നമ്മളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഭാര്യയ്ക്ക് ബോധ്യമുണ്ടാവണം ഖദ് ദഖല അലൈന ശൈത്താൻ, ശൈത്താൻ നമ്മളിൽ പ്രവേശിച്ചിരിക്കുന്നു. കമ്മിറ്റിക്കിടയിൽ ചെറിയ എന്തോ വാക്ക് തർക്കം, അവിടെ മനസ്സിലാക്കണം നമ്മൾ ശൈത്താൻ നമ്മളിൽ പ്രവേശിച്ചിരിക്കുന്നു. കൂടപ്പിറപ്പുകൾ തമ്മിൽ എന്തോ ഒരു വാക്കിന് സംസാരം തുടങ്ങി, അവിടെ നമ്മൾക്ക് ബോധ്യമുണ്ടാവണം ശൈത്താൻ നമ്മളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഈ ബോധ്യപ്പെടുത്തലാണ് ഖുർആൻ ആദ്യം ചെയ്തത്. ഈ ബോധ്യപ്പെടുത്തലാണ്. കാരണം എന്താണെന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താൻ ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുക. ശൈത്താൻ അല്ലാഹു അധികാരം കൊടുത്തിരിക്കുക. അല്ലാഹുവോട് ശൈത്താൻ പറഞ്ഞു, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, അല്ലാഹുവേ നീ എന്നെ പിഴപ്പിച്ചേതാലും പുറത്താക്കി, ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ നിന്റെ സച്ചരിതരായ അടിമകളെ തെറ്റിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകും. എന്നിട്ട് ശൈത്താൻ അല്ലാഹുവോട് പറയാണ്, ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. الله, ഞാൻ അവരുടെ ബേക്കിലൂടെയും മുമ്പിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ പ്രവേശിക്കും. എന്നിട്ട് ഞാൻ അവരെ തെറ്റിക്കും. നിനക്ക് നന്ദിയുള്ള അടിമകളായിട്ട് അല്ലാഹുവേ ആരെയും കിട്ടൂല എന്ന് ശൈത്താൻ അള്ളാഹ്ക്ക് മുമ്പിൽ കരാറ് പറഞ്ഞിറങ്ങിയേക്കുക. ആ ശൈത്താനെ കുറിച്ച് അള്ളാഹ് നമുക്ക് ആദ്യം ബോധ്യപ്പെടുത്തി. എല്ലാത്തിനും അടിസ്ഥാനം അതാണ്. ഇത് ബോധ്യപ്പെട്ടവർക്ക്, പ്രിയപ്പെട്ടവരെ, സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയിൽ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وبعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, രണ്ടാമതും അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഷൈത്താൻ നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാവുക എന്നതിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു, ഫഖദ് സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നാം ചിന്തിക്കുന്ന ചിന്തകൾ, നാം എടുക്കുന്ന തീരുമാനങ്ങൾ, അതൊരു പക്ഷെ നമുക്ക് നന്നായി തോന്നാം, അത് തെറ്റാണെങ്കിലും. എങ്ങനെ? ഇത് ഞാൻ എടുത്ത തീരുമാനം അത് ശരിയാണ് എന്ന് നാം വാശി പിടിക്കുന്നതിന്റെ കാരണം എന്താ? ഞാൻ ചിന്തിച്ച ചിന്തയും എന്റെ റൂട്ടും അത് കറക്റ്റാണ് എന്ന് നാം വാശി പിടിക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹു പറഞ്ഞു, അവരുടെ പ്രവർത്തനങ്ങളെ ശൈത്താൻ അവർക്ക് നന്നായി തോന്നിപ്പിച്ചു. നന്നായി തോന്നിപ്പിക്കുകയാണ് ശൈത്താൻ, അല്ലാണ്ട് അത് ശരിയായിട്ടല്ല. ശരിയേതാണ്? ശരി ഖുർആനും സുന്നത്തുമാണ്. ശരി ഖുർആനും സുന്നത്തുമാണ്. അതിനെതിരായ ഏതെങ്കിലും ഒരു ചിന്ത, ഇത് ശരിയാണ്, ഇതാണ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്റെ ചിന്തയാണ് ശരി, അല്ലെങ്കിൽ എന്റെ റൂട്ടാണ് ശരി, ഞാൻ തീരുമാനിച്ചതാണ് ശരി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണം, നിങ്ങളുടെ പ്രവർത്തനത്തെ ശൈത്താൻ നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിക്കുന്നു. ഭംഗിയായി തോന്നിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലും സമൂഹത്തിലും ഈ ഒരു വിഷയത്തെ കാര്യമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാതെ നന്മയുടെ വഴി നമുക്ക് തുറന്നു കിട്ടൂല. കുടുംബത്തിൽ പ്രശ്നം, കൂട്ടുകാരിൽ പ്രശ്നം, പരസ്പരം തിന്മകൾ നിറയുകയാണ്. കുടുംബത്തിൽ ഉപ്പാക്ക് മോനെ കാണണ്ട, മോൻക്ക് ഉപ്പാനെ കാണണ്ട, കുടുംബക്കാരെ തമ്മിൽ പ്രശ്നമാണ്, കൂടപ്പിറപ്പുകൾ തമ്മിൽ അകൽച്ചയാണ്. ഇതിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം എവിടെയാണെന്ന് ബോധ്യപ്പെടാത്തിടത്തോളം ഇതിനെ പരിഹരിക്കാൻ നമുക്ക് പറ്റൂല. ഇതിന്റെ പിന്നിൽ ശൈത്താൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ബോധ്യമാണ് ഇതിന്റെ ഒന്നാമത്തെ പരിഹാരം. ആ ബോധ്യപ്പെടലാണ് ഇതിന്റെ ഒന്നാമത്തെ പരിഹാരം. അല്ലാതെ പരിഹാരത്തിന് വേണ്ടി നട്ടോട്ടമോടുന്ന നാം ഒരിക്കലും പരിഹാരത്തിലെത്താൻ പോകുന്നില്ല. ഈ വിഷയത്തെ ഗൗരവമായിട്ട് ചിന്തിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനിൽ ശൈത്താൻ പ്രവേശിക്കുന്ന രീതികൾ പഠിപ്പിച്ചു. നമുക്ക് ബോധ്യപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖസ്ലതാനി ഔ ഖല്ലതാൻ, രണ്ട് കാര്യങ്ങൾ, വളരെ സിമ്പിൾ, രണ്ട് കാര്യങ്ങൾ. ലാ യുഹാഫിളു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ രണ്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചൊരുത്തൻ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, സ്വർഗ്ഗത്തിലാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുമാ യസീർ വമൻ യഅമൽ ബിഹിമാ ഖലീൽ. അത് വളരെ ചെറിയ സിമ്പിളായ കാര്യമാണ്, പക്ഷെ അത് ചെയ്യുന്നവർ കുറവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ ഹുമാ യസീർ വമൻ യഅമൽ ബിഹിമാ ഖലീൽ. നബിയേ, അതെങ്ങനെയാണ് എളുപ്പമുള്ള കാര്യമായിരിക്കെ അത് ചെയ്യുന്നവർ കുറവായി പോയി? അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തു, നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 10 പ്രാവശ്യം ചൊല്ലാൻ. ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 10 പ്രാവശ്യം ചൊല്ലാൻ. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു, യാ റസൂലല്ലാഹ് ഇതെന്തൊരു എളുപ്പമാണ്. പിന്നെ എന്തേ നബിയെ ഇത് ചെയ്യുന്നവര് കുറവായി പോയി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പള്ളിയിൽ ഇരുന്ന് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ശൈത്താൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അവൻ ആ ദിക്റുകൾ പറയുന്നതിന് മുമ്പ് ശൈത്താൻ അവനെ എന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിക്കും. അവൻ ഓർമ്മിപ്പിക്കും. എന്നിട്ട് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. ശൈത്താൻ തമ്മിൽ ഇടപെടുന്ന രീതി അല്ലാഹുവിന്റെ റസൂല് നമുക്ക് കാണിച്ചു തരികയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ ആഗ്രഹിക്കും ദിക്റുകൾ ചെയ്യാൻ, അവൻ അറിയാൻ ചെയ്യണമെന്ന്. ഫയുനവ്വിമഹു ഖബ്ല അൻ യഖൂലഹ. ആ ദിക്റുകൾ പറയുന്നതിന് മുമ്പ് ശൈത്താൻ അവനെ ഉറക്കിക്കിടത്തും. ഈ രൂപത്തിൽ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ ചിന്തകളെ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. നന്മ ചിന്തിക്കുന്നവർക്ക് ശൈത്താൻ തിന്മയുടെ വഴി അലങ്കാരമായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിലും മറ്റും അവനവനെടുക്കുന്ന തീരുമാനങ്ങളാണ് നല്ലത് എന്ന് ശൈത്താൻ അവനെ തോന്നിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരായ വഴി അവന് മിസ്സാവുന്നു.
പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ എടുക്കുക വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മെ ഉണർത്തിയ വിഷയം ഇതാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും നന്മയുടെ വഴിയിൽ എനിക്ക് തടസ്സമുണ്ടാക്കാൻ, നന്മയുടെ വഴിയിൽ നമുക്ക് തടസ്സമുണ്ടാവാൻ എന്തൊക്കെ മുമ്പിലേക്ക് വരുന്നുണ്ടോ അതൊക്കെ ശൈത്താന്റെ പണിയാണെന്ന ബോധ്യം നമുക്കുണ്ടാവുക. ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ നിന്നിൽ ശൈത്താൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഉണർത്താൻ നമുക്ക് പറ്റണം. നമ്മിൽ ശൈത്താൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഉണർത്താൻ പരസ്പരം ഉപദേശിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു തരട്ടെ. ഒരുപാട് രോഗികൾ അല്ലാഹു അവർക്ക് പൂർണ്ണമായി ശിഫ നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.